ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ച് തുർക്കിയെ ഇപ്പോൾ പടിക്ക് പുറത്തു തന്നെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ. തുർക്കിയിൽ നിന്നും പാട്ടത്തിനെടുത്ത ഇൻഡിഗോ വിമാനങ്ങളെല്ലാം തന്നെ ജനുവരി മാസത്തോടെ തന്നെ തിരികെ നൽകണം. ഇനി ഇതിന്മേൽ ഒരു സമയപരിധി നീട്ടി നൽകാനാകില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടെ 7 വിമാനങ്ങളാണ് തുർക്കിയുടെ പക്കലുള്ളത്. ഇത് ഇനി തുർക്കിയിൽ പറത്താൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പാകിസ്ഥാനെ അകമഴിഞ്ഞ് സഹായിച്ചതാണ് തുർക്കിയുടെ ഈ ദുരവസ്ഥയ്ക്ക് പിന്നിൽ എന്നതാണ് മറ്റൊരു വാസ്തവം. ഓപ്പറേഷൻ സിന്ദൂർ നടപടിയുടെ തന്നെ തുർക്കിയുടെ എല്ലാത്തര ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ വിലക്കേർപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ അത് ഉപയോഗിക്കുന്ന 5 ടർക്കിഷ് വിമാനങ്ങളുടെ പ്രവർത്തന അനുമതി നീട്ടി നൽകില്ല എന്നതാണ് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തുർക്കിയിലെ കൊറോഡോൺ എയർലൈൻസിൽ നിന്ന് പാട്ടത്തിനെടുത്ത 5 ബോയിങ് 737 വിമാനങ്ങൾ ഇൻഡിഗോയ്ക്ക് 2026 മാർച്ച് 31 വരെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നതാണ് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ടർക്കിഷ് എയർലൈൻസിന്റെ 2 ബോയിങ് 777 വിമാനങ്ങൾ 2026 ഫെബ്രുവരി 28-നകം തന്നെ തിരികെ നൽകണം. അധിക കാലാവധി നീട്ടാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഈ ഒരു പ്രസ്താവന വലിയ രീതിയിലുള്ള ഒരു സുതാര്യമായ വ്യവസ്ഥ റെഗുലേറ്ററിൽ ഉൾപ്പെടുന്നവയാണ്. നിലവിലെ ഇൻഡിഗോ 15 വിദേശ വിമാനങ്ങളാണ് പാട്ടത്തിനെടുത്ത് ഇപ്പോൾ പറത്തുന്നത്. 7 എണ്ണം തുർക്കിയുടേതാണ്. ഇതിൽ 5 നാരോ ബോഡി വിമാനങ്ങളുടെ പ്രവർത്തന അനുമതി 2026 മാർച്ച് വരെയായി തന്നെ ഇപ്പോൾ ചുരുക്കിയിരിക്കുകയാണ്. ഇത് ഇനി നീട്ടി നൽകേണ്ടതില്ല എന്നതാണ് തീരുമാനം. തുർക്കിയുടെ കൊറേഡൻ എയർലൈൻസിൽ നിന്ന് ഇൻഡിഗോ പാട്ടത്തിനെടുത്ത ബോയിങ് 737 വിമാനം എന്നിവയാണിത്. പാട്ട കാലാവധി മാർച്ച് 26 അതിനോടം തന്നെ തീരുമെന്ന് നേരത്തെ തന്നെ ഇൻഡിഗോ അറിയിച്ചതുമാണ്. ബാക്കി 2 എണ്ണം ബോയിങ് 777 ബോഡി എയർക്രാഫ്റ്റുകളാണ്. ഇവയുടെ പ്രവർത്തനാനുമതി 2026 ഫെബ്രുവരിയിലും തീരും. ഫലത്തിൽ മാർച്ചിന് ശേഷം ഈ 7 വിമാനങ്ങളും ഇൻഡിഗോയ്ക്ക് ഉപയോഗിക്കാനാകില്ല എന്നതാണ് മറ്റൊരു വസ്തുത. തിരിച്ച് തുർക്കി കമ്പനികൾക്ക് തന്നെ കൊടുക്കും. പാട്ട കാലാവധി പുതുക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇൻഡിഗോയുടെ കൈവശമുള്ള ടർക്കിഷ് വിമാനങ്ങളുടെ പക്കൽ അനുമതി 6 മാസത്തേക്ക് കൂടി നീട്ടണമെന്ന് ചില മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് അവർ രംഗത്ത് വരുന്നതും. തുർക്കിയിലെ ഇസ്താംബുളിൽ നിന്ന് അവിടെ ഡൽഹി അല്ലെങ്കിൽ മുംബൈ സർവീസാണ് ഇൻഡിഗോ ഈ വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. മറ്റൊരു ടർക്കിഷ് കമ്പനിയായ ഫ്രീബേർഡിൽ നിന്ന് 5 എയർബേസ് A320 വിമാനങ്ങൾ കൂടി പാട്ടത്തിനെടുക്കാൻ നേരത്തെ തന്നെ ഇൻഡിഗോ തീരുമാനിച്ചതാണ്. അതിനായി തന്നെ അവർക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിമാനങ്ങൾ ഇതുവരെയും ഇൻഡിഗോ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. നിലവിലെ സാഹചര്യത്തിൽ ഇവ ഉപയോഗിക്കുവാനും അനുമതി ലഭിച്ചേക്കില്ല. വിമാനങ്ങൾ പാട്ടത്തിനെടുത്ത് തന്നെ ഉപയോഗിക്കുന്നത് വ്യോമയാന രംഗത്ത് സാധാരണമാണ് എന്നതാണ് മറ്റൊരു കാര്യം. ഓപ്പറേഷൻ സിന്ധൂരിനിടെ തന്നെ പാകിസ്ഥാന് പിന്തുണയുമായി തുർക്കി രംഗത്ത് വന്നിരുന്നു. ഇതവർക്ക് വലിയ രീതിയിലുള്ള അടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് തുർക്കി ആയുധങ്ങൾ നൽകിയിരുന്നു. പിന്നാലെ തന്നെ ഇന്ത്യയിൽ തുർക്കിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം ശക്തമാവുകയും ടർക്കിഷ് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ തന്നെ തുർക്കിയിലേക്കുള്ള വിനോദയാത്രയും കുറവായിരുന്നു. അതേപോലെ തന്നെ ഈ വർഷം തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം ഇടിഞ്ഞത് 30%-ലധികമാണ്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് അവിടെ ചുമതലയുണ്ടായിരുന്ന ടർക്കിഷ് കമ്പനി അത് സുരക്ഷാ കസ്റ്റംസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഉൾപ്പെടെയാണ് ഈ ഒരു രീതിയിലേക്ക് ഇവരെ പുറത്താക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.